ഇംഗ്ലീഷ് ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചോ എന്നതാണ് മറ്റു ചിലരുടെ വിഷയം. ഇനി അദ്ദേഹം അങ്ങനെ നിർവഹിച്ചാൽ തന്നെയും അദ്ദേഹത്തിനോട് തെർക്കുൽ മുവാലാത്ത് പാടില്ല എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇത് തുഹ്ഫ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തുഖ്ബലു ഷഹാദത്തു കുല്ലി മുബ്തദീൻ, മുബ്തദീന്റെ സാക്ഷി, മുബ്തദീ സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാൻ ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി. ശരിക്കണം, കൂടത്തായിയെ പോലുള്ള ആളുകൾ നന്നായി ശ്രദ്ധിക്കണം. ആരോടാണ് തെർക്കുൽ മുവാലാത്ത് ചെയ്യേണ്ടത്? അത് ഫിഖ് കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട് തെർക്കുൽ മുവാലാത്ത് നടത്തണം. അവരെ ഒന്നും സ്റ്റേജിൽ വിളിക്കാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ട് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? മൻ ഖാലഫ ഫിൽ അഖായിദി, അഖായിദ് വിഷയത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ എതിരായ ആളുകളാണ് മാ അലൈഹി അഹ്ലുസുന്ന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണോ ആ അഖീദയിൽ എതിരെ അഭിപ്രായമുള്ള ആളുകളാണ് മുബ്തദി എന്നറിയപ്പെടുന്നത്. മാത്രമല്ല മിമ്മാ ഖാന അലൈഹി അഹ്ലുസുന്ന മിമ്മാ ഖാന അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു, റസൂലുള്ളാഹിയും സഹാബത്തും ഒക്കെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണോ അതിനെതിരെയുള്ള ആളുകളാണ്. വമൻ ബഅദഹും വൽ മുറാദു ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ. ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം, ഈ കാലത്ത് ആരാണ് അവർ അഹ്ലുസുന്ന എന്ന് പറയുന്നത്? ഇമാമഹ അബൂ ഹസനിൽ അശ്അരിയു വ അബൂ മൻസൂരിൽ മാതുരീദി. അബൂ മൻസൂറുൽ മാതുരീദി, അബൂ ഹസനിൽ അശ്അരി, ഈ രണ്ട് ഇമാമുകൾ പഠിപ്പിച്ച ആശയധാര, വിശ്വാസധാരയാണ് ഇന്ന് നമ്മൾ അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ഇതിന് പുറത്തുള്ള ആളുകൾ അവർ മുശബ്ബിഹത്താണ്. എന്തുകൊണ്ടാണ് വഹാബികളെ കുറിച്ച് നമ്മൾ തെർക്കുൽ മുവാലാത്ത് പറയുന്നത്? അവരോട് കൂടെ സ്റ്റേജിൽ പങ്കിടാൻ പാടില്ല, അവരോടൊപ്പം അവരെ നമ്മൾ സമ്മേളനത്തിന് വിളിക്കാൻ പാടില്ല, അവർ വിളിക്കുന്ന സമ്മേളനത്തിൽ നമുക്ക് പോകാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത്? അവർ പുത്തൻവാദികളായതുകൊണ്ട്. അശ്അരി ഇമാമും മാതുരീദി ഇമാമും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ച അഖീദ പഠിപ്പിച്ചു. ഈ അഖീദയിൽ നിന്ന് വ്യത്യസ്തമായവർ, ആ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോയവരാണ് വഹാബികൾ. എന്താണ് അവരുടെ പ്രശ്നം?